നമസ്കാരം. ഫാക്സ് ആൻഡ് കട്ടിലേക്ക് സ്വാഗതം. നവകേരള സദസ്സാണ് ഇന്ന് ഫാക്സ് ആൻഡ് കട്ട് ചർച്ച ചെയ്യുന്നത്. നവകേരള സദസ്സിൻ്റെ ജനപിന്തുണ, ഒപ്പം അതിനെതിരെ കേരളത്തിലെ വലതുപക്ഷം നടത്തുന്ന വലിയ അക്രമ സമരങ്ങൾ, ഇത്തരം പിന്തിരിപ്പൻ സമരങ്ങൾ, അതിന് മുൻപായിട്ട് പറയാം, നവകേരള സദസ്സ് പോലുള്ള ഒരു പരിപാടി പൂർവ്വമാതൃകളൊന്നുമില്ലാത്ത, ലോകത്ത് ഒരു ഗവൺമെൻറ്റും ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇതിനെതിരെ സ്വാഭാവികമായും പ്രതിപക്ഷവും BJPയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പുതുമയുള്ള കാര്യമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ. കേരളത്തിൽ 57 അധികാരത്തിൽ വന്ന EMS ഗവൺമെൻറ് 57 ഏപ്രിൽ 5 അധികാരത്തിൽ വരുന്നു. ഏപ്രിൽ 11 കുടിയിറക്ക് നിരോധന ബിൽ ഓർഡിനൻസ് പാസ്സാക്കും. പിന്നീട് അത് സമഗ്രമായ കാർഷിക ബന്ധ നിയമമാവുന്നു. കേരളത്തിലെ അങ്ങേയറ്റം വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് അത് വഴി തുറക്കുന്നു. പിന്നീട് 80-ലാണ് കർഷക തൊഴിലാളികളുടെ പെൻഷൻ പ്രഖ്യാപിക്കുന്നത്. അന്ന് കരുണാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കർഷക തൊഴിലാളികൾ കള്ള് കുടിച്ച് നശിപ്പിക്കും ഈ കാശ് എന്ന് പറഞ്ഞിട്ട് അതിനെ അപമാനിക്കാൻ ശ്രമിച്ചു. പിന്നീട് 87 നായനാർ ഗവൺമെൻറ് സാക്ഷരതാ യത്നം കൊണ്ടുവരുന്നു. അടുത്ത ഗവൺമെൻറ് നായനാർ ഗവൺമെൻറ്റാണ് കുടുംബശ്രീ പോലുള്ള വലിയ സംരംഭം. കുടുംബശ്രീ കൊണ്ടുവന്നപ്പം സാക്ഷരതയെ വരെ എതിർത്തു. കുടുംബശ്രീ കൊണ്ടുവന്നപ്പോഴും കുടുംബശ്രീയുടെ ജനശ്രീ പോലുള്ള ഒരു സംരംഭവുമായിട്ട് രംഗത്ത് അതിനെ തകർക്കാൻ വേണ്ടി വന്നു. അങ്ങനെ എന്തെല്ലാം പുരോഗമനപരവും ജനോപകാരപ്രദവുമായിട്ടുള്ള പരിപാടികൾ കൊണ്ടുവരുന്നു ഇടതുപക്ഷ സർക്കാരുകൾ. അതിനെതിരെ കേരളത്തിലെ വലതുപക്ഷം സ്വാഭാവികമായിട്ട് എതിർക്കും. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയല്ല ഇപ്പോൾ ഇതിനെയും കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതാണ് ഈ നമുക്കിപ്പം ചരിത്രം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പുരോഗമന നടപടികളെല്ലാം ഓരോ ഘട്ടത്തിൽ പോലും LDF സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലാവധിക്ക് ശേഷം തുടർന്നും LDFന് തന്നെ മാൻഡേറ്റ് കൊടുത്തു. അപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന് ആരംഭിച്ച ഒരാക്രമണമുണ്ട്. അതായത് BJP, കോൺഗ്രസ്, മാധ്യമങ്ങൾ ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ്. ഈ യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള കാരണം യഥാർത്ഥ വസ്തുതയിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ആരും പറയുന്നില്ല. എന്താണ് LDF സർക്കാർ അവരുടെ പരിമിതിക്കകത്ത് നിന്നുള്ള ധനകാര്യ ശേഷി വെച്ചിട്ട് മാക്സിമം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി നടപ്പാക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ നോക്കിയാൽ കാണാം, റോഡുകൾ നോക്കിയാൽ കാണാം, ആശുപത്രി നോക്കിയാൽ കാണാം, ഭക്ഷണ വിതരണം, എല്ലാ രംഗത്തും അങ്ങനെ മെച്ചമുണ്ടാക്കി. അപ്പോൾ ഈ ഒരു ജനകീയ സർക്കാരിൻ്റെ മുഖത്തെ ഒരു കാലഘട്ടത്തിലും ഒരു മാധ്യമം പുറത്തു പറയാതിരിക്കുകയും കേന്ദ്ര സർക്കാർ അതിഭീകരമായിട്ട്, അതായത് ഇങ്ങനെയൊരു സംസ്ഥാനത്തെ ഞെരുക്കുന്ന ഒരു ചരിത്രം മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളോട് പറഞ്ഞു, 57,000 കോടി രൂപ നമുക്ക് തരാനുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് 26,000 കോടി അടിയന്തരമായിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രതിസന്ധിയാണെന്നാണ്. നമുക്ക് കിട്ടാനുള്ള പൈസയാണ്, ആരുടെ ഔദാര്യമൊന്നുമല്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ആ സർക്കാർ ലക്ഷ്യമിട്ടതിൻ്റെ 100 ഇരട്ടി വിജയമാണ്. കാരണം മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം ഓരോ മണ്ഡലത്തിലും ജനം കൂടുകയല്ലാതെ കുറയുന്നില്ല. അതിൻ്റെ അർത്ഥം അത് വിജയമാണെന്നാണ്. ഈ ഒരു വിജയം UDFനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് രാഷ്ട്രീയമായിട്ട് ഇത് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അവർക്ക് രാഷ്ട്രീയമായിട്ടാണ്, ആശയപരമായിട്ട് അവർ ഏറ്റുമുട്ടാൻ തയ്യാറുമല്ല, അതിന് അവരോട് ശേഷിയുമില്ല. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ എന്തെല്ലാം കുപ്രചരണമാണ് നടത്തുന്നത്. ഒരു ചാനലും ഒരു പത്രവും ഈ ജനക്കൂട്ടത്തെ കാണിക്കുന്നില്ല. നമുക്ക് സത്യത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നു, നമ്മൾ ഇവിടുത്തെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, ജനക്കൂട്ടത്തിൻ്റെ ഒരു പടം കൊടുക്കില്ല, വേറെ എന്തെങ്കിലും നെഗറ്റീവ് പടങ്ങൾ കൊടുത്തിട്ട്, വാർത്തയും കൊടുത്തിട്ട്. അപ്പോൾ പൂർണ്ണമായും ഈ സദസ്സിൽ ഇതൊരു LDF പരിപാടി, CPM പരിപാടി ഒന്നല്ല, സർക്കാർ പരിപാടിയാണ്. സർക്കാർ പരിപാടിക്കെതിരെ പോലും രൂക്ഷമായ ഗൂഢാലോചനയാണ്. അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് പ്രവേശിപ്പിച്ച കാണുന്നത്. അക്രമം മാത്രം വഴി എന്നുള്ളതിലേക്കാണ്. ഇതിൽ വേറൊരു രസകരമായൊരു കാര്യം, ഈ സമരം നടത്തുന്നവർ എന്തിനാണ് നിങ്ങൾ സമരം നടത്തുന്നതെന്ന് നമ്മൾ സതീശനോട് ചോദിച്ചിട്ടുണ്ട്. സതീശൻ വേറെ എന്തൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് സമരം നടത്തുന്നത്? ഒരു മന്ത്രിമാർ ജനങ്ങളെ കാണുന്നതിനെതിരെ മുഖ്യമന്ത്രി പല പ്രാവശ്യം എടുത്തു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരിങ്കൊടി കാട്ടുന്നത്, എന്തിനാണ് സമരം ചെയ്യുന്നത്? കൃത്യമായൊരു മുദ്രാവാക്യം വേണം. അത് സാധാരണ CPM സമരം ചെയ്താലും LDF കൃത്യമായി പറയും, ഇന്നതാണ് മുദ്രാവാക്യം. അപ്പോൾ സഹിത്തിന് തന്നെ അനുഭവം ഉണ്ടോ? മുഖ്യമന്ത്രി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളൂ? 2 ദിവസം യാത്ര ഉണ്ടായിരുന്നതാണല്ലോ. മലപ്പുറത്ത് 2 ദിവസം ജാഥയോടൊപ്പം ബസ്സിൽ തന്നെ യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ
മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം എടുക്കുന്ന സമയത്ത് സൈഡിലൂടെ കരിങ്കൊടിയായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. മലപ്പുറത്ത് കോൺഗ്രസിൻ്റെ കൊടിയൊക്കെയാണത്, പിന്നെ കരിങ്കൊടിയുണ്ട്. ലീഗുകാരുണ്ടാവും എന്നുള്ള സംശയം, ലീഗുകാരെ കണ്ടതേ ഇല്ല. കരിങ്കൊടി കാട്ടുന്നവരോട് പോലും മുഖ്യമന്ത്രി വിഷ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ കരിങ്കൊടിക്കാരുണ്ട്, അവരെ CM വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ അതിന് മുമ്പിലേക്ക് ചാടിയാലുള്ള ഒരു പ്രശ്നമാണ് CM സൂചിപ്പിച്ചതും അതിനെ തടയുന്നത്. അതിന് നമ്മൾ സംശയിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ രക്തസാക്ഷിയാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പിന്നിലുണ്ട്. അതായത് ഈ പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത് പുറത്തേക്ക് ഇറക്കിവിട്ട് കൊല്ലപ്പെട്ടാൽ അത് ഒരു കനുകോലു സിദ്ധാന്തം അതിൻ്റെ പിന്നിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് രക്തസാക്ഷികളെ സൃഷ്ടിക്കുക. 57 സർക്കാരിനെ അട്ടിമറിക്കാൻ അവരുപയോഗിച്ച ഇതേ ശ്രമമാണ്, ആളുകളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഇവർ മാക്സിമം ശ്രമിക്കുകയാണ്. സർക്കാർ പോലീസായാലും DYFI പ്രവർത്തകരായാലും ആദ്യഘട്ടത്തിൽ ഒന്നും ഇടപെട്ടിട്ടില്ല. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്തു ചാടാൻ തുടങ്ങിയപ്പോഴാണ് പോലീസ് തന്നെ അവർ ബലം പ്രയോഗിച്ച് മാറ്റാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഈ നവകേരള സദസ്സിന് ബദലായിട്ട് UDF ഒരു കുറ്റവിചാരണ സദസ്സ് പ്രഖ്യാപിച്ചു. ഈ കുറ്റവിചാരണ സദസ്സിൽ UDFിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ അണികൾ പോലും പങ്കെടുക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം കോഴിക്കോട് പടം പത്രങ്ങളിൽ കണ്ടു, ഒരു മനുഷ്യനില്ല. കുറ്റവിചന സദസ്സ്. അതായത് VD സതീശൻ പറയുന്ന ആരോപണങ്ങൾ ജനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സദസ്സ് വിജയിക്കണ്ടേ? അപ്പോൾ അതിന് അവർ പരാജയപ്പെട്ടു. പലയിടത്തും നടന്നിട്ടില്ല, പ്രഖ്യാപിച്ചെങ്കിൽ നടന്നിട്ടൊന്നുമില്ല ഈ കാര്യം. പക്ഷെ അപ്പോൾ കുറ്റവിചാരണ സദസ്സ് പൊളിഞ്ഞ് പരാജയപ്പെട്ടു. VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയെത്തി. കാരണം ഇത് ജനങ്ങൾ കൂടെ ഇല്ല. അപ്പോൾ അതുകൂടി കണക്കിലെടുത്താണ് ഇപ്പം ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത്. അക്രമത്തിലൂടെ വിജയം കൊയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുന്നത്. അത് UDFിൽ തന്നെ അതിന് തർക്കവും അഭിപ്രായ വ്യത്യാസങ്ങൾ. എനിക്ക് തോന്നുന്നു UDFിൻ്റെ പ്രതിഷേധം എത്ര കണ്ട് ശക്തമാകുന്നു അതിലപ്പുറത്തേക്ക് ജനങ്ങൾ കൂടുതൽ ഈ നവകേരള സദസ്സുമായിട്ട് അണിനിരക്കുന്നുണ്ട്. ഇപ്പോൾ കാരണം എനിക്കറിയാം, മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും പരമാവധി നമ്മൾ കണ്ട കസേരകളുടെ എണ്ണം, അവിടെ ഇട്ട കസേരകൾ 20,000-ആണ്. എനിക്കോട് ഇന്നലെ പിന്നെ ഇവിടെ കണ്ടത്, നെടുമങ്ങാടെല്ലാം കണ്ടത് 25,000-നും 30,000-നും ഇടയ്ക്ക് കസേരകളുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ഏകദേശം കണക്കെടുക്കുമ്പോൾ എത്ര കണ്ട് പ്രതിഷേധം ശക്തമാകുന്നു അത്ര കണ്ട് ജനങ്ങൾ ഇതിനോടൊപ്പം അണിനിരക്കുന്നുണ്ട് എന്നുള്ള. ജനങ്ങളതൊന്നും വകവയ്ക്കുന്നേ ഇല്ല. ഇവരുടെ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ മാധ്യമങ്ങളുടെ വാർത്തയോ ഒന്നും വകവയ്ക്കാതെ ഇപ്പോൾ വർക്കലയിലാണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ സ്വീകരണം ഉണ്ടായത്. അവിടെ 10,000-ങ്ങളാണ് കാത്തുനിന്ന്. 8 മുഖ്യമന്ത്രി മടങ്ങിപ്പോകുന്നവരെ അവിടെ നിന്ന് കാത്തുനിന്ന് ഈ പരിപാടി. അത് മുഴുവൻ ഇപ്പോൾ മനോരമ ഒരു പടം കൊടുത്തിട്ട് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് നവകേരള സദസ്സിലെത്തിയ പ്രവർത്തകർ എന്നാണ്. ഓരോ ചെറിയ കാര്യത്തിൽ പോലും സൂക്ഷ്മ രാഷ്ട്രീയമാണ്. ഇത് പ്രവർത്തകർ മാത്രമാണ് എന്ന് സ്ഥാപിക്കലാണ്. വാസ്തവത്തിൽ അതിന് ഇറങ്ങി അവിടെ ജനങ്ങളുടെ ഇടയിൽ പോയി നിന്നാൽ അറിയാം, ഇത് പ്രവർത്തകരൊന്നുമല്ല, കുടുംബങ്ങൾ, അമ്മമാര്, കുട്ടികൾ എല്ലാവരും കയറി, ആപാലവൃക്ഷം ജനങ്ങളും കയറി വരണം. അപ്പോൾ അത് ഇതെന്താണെന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ടും സർക്കാരിൻ്റെ ഒരു ഭരണ മികവ് കൊണ്ടും പിന്തുണ കൊണ്ടും മാത്രമാണെന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും ആവശ്യമില്ല. മറ്റൊരു ടേൺ ഇതിൽ വരുന്നത് ഗവർണറുടെ ഒരു പ്രവേശത്തോട് എൻട്രിയോട് കൂടിയിട്ടാണ്. ഗവർണർ ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കാനായിട്ട് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കേണ്ട ഗവർണർ ഇവിടേക്ക് മാറുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ പേരിൽ അങ്ങനെ അദ്ദേഹം വഴിയിലിറങ്ങുന്നു. പതിവ് പോലെ മുഖ്യമന്ത്രിയെ തെറി വിളിക്കുന്നു, ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നു, SFIക്കാരെ ക്രിമിനലുകൾ എന്ന് വിളിക്കുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളാവാൻ പോലും പ്രായമില്ലാത്ത കുട്ടികളെയാണ് ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു, ക്രിമിനൽ എന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ ഈ ഗവർണർ ബാറ്റൺ ഇവർക്ക് കൈമാറിയെന്നാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തെ അതിക്രമം കാണുന്നത്. ബാറ്റൺ കൈമാറിയെന്ന് മാത്രമല്ല, ഗവർണർ ആഗ്രഹിച്ച വിധത്തിൽ സംഘർഷം ഉണ്ടായില്ല. കോഴിക്കോട് മിഠായിത്തെരുവിൽ പോലീസും BJP പ്രവർത്തകരും ഒക്കെ കൂടി നടക്കുമ്പോഴും ഒരു പോറൽ കേൾക്കാതെ അദ്ദേഹം ഗവർണർ വീട്ടിൽ പോയി. സംഘർഷം ഉണ്ടായില്ല. അപ്പോൾ ആ ശ്രമം പുള്ളി മതിയാക്കി ഇപ്പോൾ ഡൽഹിക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഇത് നേരത്തെ മുതൽ BJP ഉൾപ്പെടെയുള്ള കോൺഗ്രസും ചേർന്നാണ് അട്ടിമറി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംയുക്ത നീക്കം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇവർ ഏറ്റെടുത്തുള്ളതാണ്, UDF ഏറ്റെടുത്തു. അപ്പോൾ അത് നവകേരള സദസ്സിൻ്റെ വിജയത്തിലുള്ള മുറിവുറുപ്പാണ്. അത് വിജയിച്ചത് എങ്ങനെയെങ്കിലും ഇപ്പോൾ MV ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നാളെ സമാപിക്കാൻ പോവുകയാണ്. അപ്പോൾ സമാപനത്തേക്ക് എത്തുമ്പോഴും കൂടുതൽ സംഘർഷത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് അവർ ആലോചിച്ചിട്ടുള്ളത്. അത് ഒരു ചെറിയ കാര്യമല്ല, വളരെ ഗൂഢാലോചന നടത്തിയിട്ട് തന്നെ ആളുകളെ ഇറക്കി തന്നെ പണിയുന്നതാണ്. അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കം നമുക്ക് മനസ്സിലാക്കാം. ഒരു സർക്കാരിന്
അതിൻ്റെ ഭരണ നയങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നത് ജനാധിപത്യപരമായിട്ട് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അത് ഒരുപക്ഷെ ജനം തിരിച്ചറിയുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. കാരണം ഈ ഗവർണർ വെച്ച് നീട്ടിയ ചില സ്ഥാനമാനങ്ങൾ സെനറ്റ് അംഗത്വം കോൺഗ്രസ്സുകാർക്ക് BJPക്കാരെ പൂർണ്ണമായിട്ട് അതിലേക്ക് ഉയർത്തുന്നു, സെനറ്റ് അംഗങ്ങളായി മാറ്റുന്നു. ഒപ്പം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അംഗങ്ങൾ വരുന്നു. ഈ ദാനം, ഇഷ്ടദാനം ഒരു 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 ജാള്യവുമില്ലാതെ ഇവർ സ്വീകരിക്കുന്നു. അതെന്തോ വലിയ കാര്യമായി കൊണ്ടാടുകയും ചെയ്യുന്നു. അതായത് RSSകാരനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ഗവർണർ നൽകിയ സ്ഥാനം കോൺഗ്രസും ലീഗും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവർ നിശ്ചയിക്കാൻ തയ്യാറാവാത്തത്. സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അപ്പോൾ ഇതിൽ വളരെ വ്യക്തമാകുന്നത് ഗവൺമെൻറ് വലിയ ജനപിന്തുണയോടുകൂടി മുന്നേറുന്ന ഒരു ഗവൺമെൻറ്റിന് എല്ലാ പ്രതിസന്ധികളിലും കേരളീയരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കാം, കീഴ്പ്പെടുത്താം, ഒറ്റപ്പെടുത്താം, വേണമെങ്കിൽ അട്ടിമറിക്കുക കൂടി ചെയ്യാം എന്നുള്ള ഒരു മാനസിക നിലയിലേക്ക് ഈ കോൺഗ്രസും പ്രതിപക്ഷവും ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടുന്ന BJPയും മാധ്യമങ്ങളും ആ ശ്രമങ്ങൾ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ജനമുന്നേറ്റമാണ് അതിന് മറുപടി. വേറൊന്നും അതിന് മറുപടിയില്ല. ഏതായാലും പ്രതിഷേധം ശക്തമാവുമ്പോൾ, അക്രമസമരം ശക്തമാവുമ്പോൾ വളരെയധികം ജനങ്ങൾ നവകേരള സദസ്സിനെ ഏറ്റെടുക്കുകയാണ്. നവകേരള സദസ്സ് നാളെ ഡിസംബർ 23 തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെ നെട്ടയത്ത് സമാപിക്കുമ്പോൾ കേരളത്തിൽ രചിക്കപ്പെട്ടത് ഒരു പുതിയൊരു അധ്യായമാണ്. സമാനതകളില്ലാത്ത ഒരു ജനമുന്നേറ്റത്തിൻ്റെ ഒരു ജ്വലിക്കുന്ന ഒരു അധ്യായം സൃഷ്ടിച്ചുകൊണ്ടാണ് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഏതായാലും ഫാക്ട്സ് അൺകട്ട് ശ്രമിച്ച മുഴുവൻ പേർക്കും നന്ദി, നമസ്കാരം.